സ്റ്റേബിൾ അല്ല, ഇൻകം നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നാളെ എന്താവും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് 3 കുട്ടികളുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ സൈഡായിട്ട് ഇത് കൊണ്ടുപോകുന്നു. മെയിൻ നമുക്ക് ഇൻകം വേണം, കാരണം കുട്ടികളുടെ ഫ്യൂച്ചർ ഒക്കെ ഓർത്തിട്ട്. യൂട്യൂബില് വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചേട്ടൻ പോയ സമയത്ത് ഞാൻ തന്നെത്താനെ ചെയ്യുന്ന മനസ്സിൽ ഓർത്തെങ്കിലും ഒരാളില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അപ്പൊ മനസ്സിലായി. ഇഷ്ടമൊക്കെയാണ്, നമുക്ക് വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ട്, കുട്ടികളുടെ കാര്യം കൂടി നോക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതായിട്ട് ഫ്രീ ആയിട്ട് പോവാം. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി സൈഡിലുള്ളത് കൊണ്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. മറക്കും, എനിക്കറിയാം. ഞാൻ എന്ത് പറഞ്ഞാലും മറക്കൂലോ. നിങ്ങൾ വേറെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു വീഡിയോ ചെയ്യാൻ നേരത്തെ ഞാൻ വന്നില്ലേ, നിങ്ങളുടെ സ്വഭാവം ഇതാണോ? അങ്ങനെ എപ്പോഴും കഴിക്കാനല്ല, ഞാൻ എനിക്ക് ആഗ്രഹം ഉള്ളപ്പോഴാണ് നിങ്ങളോട് പറയുന്നത്. അത് സാധിച്ചു തരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാ. നിങ്ങൾ വാങ്ങിച്ചോണ്ട് തന്നില്ലല്ലോ. ഹലോ ഹലോ നാട്ടുകാരെ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. ഫൗസ്റ്റീനയുടെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ താളമ്പൂ താമരത്തേനു പൂവോ പൂനിലാവോ പാവരമുത്തോ വള്ളിക്കൊഴുന്തോ നേനു മാറി വെള്ളോ നിന്നാട്ടെ. എന്നെ തല്ലേണ്ടമ്മാവാ ഞാൻ നന്നാവൂല. ഏറ്റവും കൂടുതൽ ശബ്ദമുള്ള ഒരാളെ വിളിക്കാൻ പറഞ്ഞു, അങ്ങനെയാ നിന്നെ സെലക്ട് ചെയ്തത്. ഏറ്റവും ദേഷ്യമുള്ള ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ നിന്നെ സെലക്ട് ചെയ്തു. Bonjour, you're watching Milestone Makers and this is Harviora presents സുന്ദരനിയും സുന്ദരഞ്ഞാനും. അപ്പൊ നമ്മുടെ ഇന്നത്തെ സുന്ദരനിയും സുന്ദരഞ്ഞാനിൽ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു സുന്ദരിയും ഒരു സുന്ദരനുമാണ്, നമ്മുടെ സ്വന്തം അജിത് ഏട്ടനും ഡോണ ചേച്ചിയും. ചേച്ചി വെൽക്കം ടു ദ ഷോ. ഹായ്, താങ്ക് യു. കൈയടിച്ച് നമ്മുടെ സാധാരണ ഇന്റർവ്യൂ ചോദിക്കുന്ന വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ടല്ലേ, പക്ഷെ നമ്മൾ ഇന്ന് കുറച്ച് സെഗ്മെന്റ് ആയിട്ടാണ് തുടങ്ങാൻ പോണത്. കുറച്ച് ജോളി ആയിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ അതിന്റെ ഉത്തരം ബോർഡിൽ എഴുതണം. 2 ബോർഡ് ഞാൻ തരും. അപ്പൊ നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം. ഉത്തരം തെറ്റി കഴിഞ്ഞാൽ പണിഷ്മെന്റ്സ് ഉണ്ട് കേട്ടാ. ഓക്കെ, ഡൺ. എക്സൈറ്റിംഗ് അല്ലേ? അപ്പൊ നമ്മുടെ ബോർഡ്സ് പോരട്ടെ, ബാ. അപ്പൊ ഇതാണ് നമ്മുടെ 2 ബോർഡ്സ്. പിടിച്ചോ, 2 ഇതുണ്ട്, മാർക്കർ ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പൊ നിങ്ങൾ അതിന്റെ ഉത്തരം എഴുതിക്കോ. ഓക്കെ, അപ്പൊ 2 പേരുടെ സെയിം ഉത്തരം അല്ലെങ്കിൽ ആണ് ഇവിടെ പണിയാവാൻ പോണത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അജിത്തേട്ടന്റെ സ്വഭാവത്തിൽ ചേച്ചിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, ചേച്ചി എപ്പോഴും ഈ സ്വഭാവം ശരിയല്ല, ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പിന്നില്ലേ, അതാണ് മെയിൻ. ചേച്ചി കാര്യമായിട്ട് എന്താ എഴുതണ്ടല്ലോ, ഒറ്റ വാക്കിൽ തീർത്തു. ഒറ്റ വാക്കിൽ. അതെ, ഓക്കെ, കാണിച്ചോ അല്ലേ? ഓ, ദേഷ്യം. നിങ്ങൾ പ്ലാൻ ചെയ്ത് തന്നതാണോ? പ്ലാൻ ചെയ്തല്ല, സത്യമായിട്ടല്ല. അല്ല, ഇവക്ക് അല്ലേലും എനിക്ക് അത് ഇവളിപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പെട്ടെന്ന് ചൂടാവും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്നോട് വെച്ചാൽ ഞാനും ഇവരുടെ സ്വഭാവത്തിൽ ഫസ്റ്റ് ഇതിന് എഴുതുള്ളൂ, ദേഷ്യം. രണ്ടുപേരും ദേഷ്യമാണല്ലേ? രണ്ടുപേരും നല്ല ദേഷ്യക്കാരാ. ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കണ്ടാന്നല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ 2 പേരും കൂടി ആദ്യമായി ഒരുമിച്ച് തിയേറ്ററിൽ പോയി കണ്ട സിനിമ, 2 പേരും കൂടി ഒരുമിച്ച് ആദ്യമായിട്ട്. ഇത് കിട്ടിയില്ലെങ്കിലാണ് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് മുന്നേ, കല്യാണം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഒരുമിച്ച് പോയി കണ്ടിട്ടുള്ള സിനിമ? കഴിഞ്ഞിട്ടാ പോയിട്ടുള്ളൂ. ഓക്കെ, ഒരുമിച്ച് പോയി കണ്ടിട്ടുള്ള സിനിമ. ചേട്ടാ ഭയങ്കര ചിരിയാണല്ലോ. കേക്കള്ള എഴുതി കാണിച്ചേ. ചേച്ചി കാണിച്ചേ. ആമി, എനിക്കറിയില്ല. പണിഷ്മെന്റ് ഇടപ്പോ സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആമി ആണോന്ന് അറിയില്ല, പക്ഷെ ഈ സിനിമ കണ്ടു. പിന്നെ അല്ലാതെ അപ്പൊ പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് പണിഷ്മെന്റ് എന്താന്ന് പറയട്ടെ? ചേട്ടനാണ് പണിഷ്മെന്റ്, കാരണം ചേച്ചി കറക്റ്റ് ആയിട്ട് പറഞ്ഞു
ചേട്ടൻ എനിക്കറിയില്ല എടി ഇവള് പറഞ്ഞത് കറക്റ്റ് ആണെന്ന് അറിയത്തില്ല. എന്നാലും എഴുതിയില്ലോ, എഴുതി. നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, എന്നാലും ചേട്ടൻ എനിക്കറിയില്ല. എനിക്ക് ഓർമ്മയില്ല. ഓക്കെ ഓക്കെ, പണിഷ്മെന്റ് എന്താണെന്നറിയോ? നമ്മുടെ സുന്ദരൻ നീയും സുന്ദരൻ ഞാൻ എന്ന് പറഞ്ഞത് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഷോ അല്ലേ? അപ്പൊ നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ഷാൽബിൻ ചേട്ടന്റെ ബെസ്റ്റ് പടിയാന്ന് നമുക്ക് അറിയാം അല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടനെ വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊന്ന് ചോദിച്ചാ മതി. ആ സ്പീക്കറിലോട്ട് ചോദിക്കണുണ്ടോ? ഓക്കെ, വിളിച്ചോ. താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പൊ തിരക്കിലാണ്. ഭയങ്കര തിരക്കുള്ള മനുഷ്യൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ചേട്ടൻ തിരിച്ചു വിളിക്കുമ്പോ എന്നുള്ള പ്രതീക്ഷ. ഈ സാധനം കൂടെ കൈ പിടിച്ചു, നിങ്ങൾ വെറുതെ കൈ കൊണ്ട് മാച്ച് കഷ്ടപ്പെടണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ? ഓക്കെ, എഴുതാൻ റെഡിയാക്കോ? നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം ഏത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്? ഏറ്റവും കൂടുതൽ നിങ്ങൾ എപ്പോഴും ഒരുമിച്ചിരുന്ന ഡിസ്കഷൻ വരുന്ന ഒരു ടോപ്പിക്. ചേട്ടാ എനിക്കറിയില്ലാതെ എഴുതാൻ പറ്റില്ല. ചേട്ടൻ എല്ലാം സേഫ് സോണിൽ കളിക്കാന്നാണ്. ഇതാണ് സബ്ജക്ട്, പക്ഷെ ഞാൻ സംസാരിക്കാറില്ല. ഇങ്ങോട്ടാ ചേട്ടൻ സംസാരിച്ചോണ്ടിരിക്കും. ഇതിനെ കുറിച്ച് വാ അടയ്ക്കാറുമില്ല. ചേട്ടാ എന്നിട്ട് എഴുതിയില്ലെങ്കിൽ ഉണ്ടല്ലോ നോക്കാവോ? ആ കോപ്പി അടിക്കലൊക്കെ സ്കൂളിലോട്ടാ. ഏറ്റവും കൂടുതൽ സംസാരിക്കാറുണ്ടോ വിഷയം? എപ്പോഴും സംസാരിക്കണ ഒരു വിഷയം. എപ്പോഴും, ഓൾ ടൈം. ചേച്ചിക്ക് ഓർമ്മയുണ്ട്, പറയണ ആൾക്ക് ഓർമ്മയില്ല. ചേട്ടൻ ഇപ്പൊ ആവോന്നൊക്കെ എഴുതി വെക്കട്ടാ. രാത്രിയിൽ കണ്ണടക്കണതിന് തൊട്ട് മുമ്പ് വരെ. യൂട്യൂബ് ആണോ? റീൽസ് വീഡിയോസ്. യൂട്യൂബ് അല്ല, റീൽസ് ഇൻസ്റ്റാഗ്രാം ആണ്. അപ്പൊ പണിഷ്മെന്റ് ഉണ്ട്. ഏകദേശം സെയിം അല്ലേ, ഇത് ഒരു വ്യത്യാസമില്ലല്ലോ. ഷാബിൻ തിരിച്ചു വിളിക്കണം കേട്ടോ. ഷാബിൻ ചേട്ടൻ തിരിച്ചു വിളിക്കണ്ടോ? ഓക്കെ, വിളിച്ചിട്ട് പറഞ്ഞോ, കോൾ എടുത്തോ. വിളിച്ചോ. ഹലോ ഷാൽബിനെ, സുഖമല്ലടാ? നിനക്ക് സുഖമാണല്ലോ അല്ലേ? ആ സുഖമായി. എന്നടാ നിനക്ക് ആരാന്ന് മനസ്സിലായോ? ഇവിടെ ഒരു പണിഷ്മെന്റ് ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ ശബ്ദമുള്ള ഒരാളെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെയാ നിന്നെ സെലക്ട് ചെയ്തത്. ഏറ്റവും ദേഷ്യമുള്ള ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നിന്നെ സെലക്ട് ചെയ്തു. ഇവരുടെ പണിഷ്മെന്റ് ആടാ, ഇവരുടെ പണിഷ്മെന്റ് ആണ് നിന്നെ വിളിച്ച് സംസാരിക്കാന്നുള്ള. ഒന്നും ചോദിക്കാല്ല പ്രത്യേകിച്ച്. നിന്നെ വിളിച്ച് സുഖമാണെന്ന് ചോദിച്ചു, നീ സുഖമാണെന്ന് പറഞ്ഞു. സുഖം. ഹലോ ഷാൽബിൻ ചേട്ടാ, മൗസ്തീനയാണ്. ഞങ്ങള് പണിഷ്മെന്റ് കൊടുക്കാൻ ഞങ്ങൾ ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ആള് ഷാൽബിൻ ചേട്ടനെ വിളിക്കാൻ പറയുന്നതാന്ന് തോന്നി. നമ്മുടെ അജിത്തേട്ടനെ പറ്റി എന്താ പറയാനുള്ളേ? ചിരി വരാൻ മാത്രമുള്ള കാരണങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. മാസ്റ്റർ ബ്രെയിൻ, അതൊക്കെ അത്ര ഉണ്ടാവുള്ളൂല്ലോ. എന്താണ് നമ്മുടെ അജിത്തേട്ടനെ പറ്റി പറയാനുള്ളേ? അതെ, സുന്ദരനും സുകുമാരനും അത്ര പറയാൻ താല്പര്യമില്ല അജിത്തേട്ടാ. അതെ, കറക്റ്റ് ആൾക്കാരെ പണി കൊടുത്തത്. അതെല്ലാം നമ്മുടെ മെയിൻ ആളുടെ ബുദ്ധി. സ്വാഭാവികം. അപ്പൊ ഞാൻ എന്തായാലും അജിത്തേട്ടന്റെ കോൾ കൊടുക്കാവേ. ഓക്കെ മോനെ, സന്തോഷടാ നീ ഇത്രയും പൊക്കി പറഞ്ഞല്ലോ കേട്ടോ. ആ വൈകിട്ട് വിളിച്ചിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കും കേട്ടോ. കാണാം നമുക്ക്. കഴിയട്ടെ, ഷോ കഴിയട്ടെ കേട്ടോ. ഓക്കെടാ, ബൈ. ശരി, ഓക്കെ. ഓക്കെ, അപ്പൊ സംസാരിക്കുന്ന വിഷയം ചേച്ചി റീൽസ് എന്നാ പറഞ്ഞേ, ചേട്ടൻ യൂട്യൂബ് എന്നാ പറഞ്ഞേ. രണ്ടും സോഷ്യൽ മീഡിയ എന്നല്ലല്ലോ നമ്മൾ എഴുതിയേ. റീൽസ് എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ്. ഉത്തരം തെറ്റി. അപ്പൊ ചേച്ചിക്ക് സന്തോഷമുള്ള കാര്യമായിട്ട് പറയണേ. ചേട്ടനാട്ടാ പണിഷ്മെന്റ്. ചേച്ചിനെ നോക്കിയിട്ട് റൊമാൻറ്റിക് സോങ് പാടുക. അയ്യോ, റൊമാൻറ്റിക് സോങ്. ചേച്ചി എക്സ്പ്രഷൻ ഇട്ടോട്ടെ റൊമാൻസിന്. നാണവൻ അതൊക്കെ.
പേടി തോന്നി ആദ്യം കണ്ടപ്പോ മറ്റെന്തോ തോന്നി പിന്നെ ഞാൻ നിന്നെ കണ്ടപ്പോ ഒന്നുകൂടി കാണാൻ തോന്നി നിന്നെ മാത്രം കാണാൻ തോന്നി. അത് മതി. ഒന്നീ കൂടുതൽ കണ്ട പിന്നെ സീൻ അത് മതി. ഒരു പ്രാവശ്യം കണ്ടാ മതി. ഓ പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ സമയത്ത് ചേച്ചി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഫോണിന്റെ സെറ്റ് ഏതാ? നിങ്ങൾ സംസാരിച്ചിരുന്ന സമയത്ത് ചേച്ചി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിന്റെ സെറ്റ്. അതും അറിയില്ല എന്ന് പറയുന്നൊരു ചേച്ചി ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. അതേ നമ്മളെ ശ്രദ്ധിക്കാൻ നേരല്ലായിരുന്നു. റെഡ്മി, സാംസങ് വേറെ ആരുടെ? ചേച്ചിയുടെ അല്ല. സാംസങ് ഉപയോഗിച്ചിട്ടുണ്ടോ ചേച്ചി? സാംസങ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇതായിരുന്നു റെഡ്മിയാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതോടുകൂടി നിർത്തിയെന്നൊക്കെ. ചേട്ടൻ പണിഷ്മെന്റ് ഏറ്റുവാങ്ങാൻ ജീവിതം ഇനിയും ബാക്കി. അപ്പൊ നെക്സ്റ്റ് പണിഷ്മെന്റ് എന്താ? എല്ലാം ഞാൻ ഏറ്റുവാങ്ങും. അപ്പൊ പണിഷ്മെന്റ് എന്താന്ന് എന്തുപറ്റി? പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, നിങ്ങൾ ഭയങ്കര പൊരിഞ്ഞ് അടിയിട്ടിരിക്കുക, വഴക്കിട്ട് ഭയങ്കര പ്രശ്നം. ചേച്ചി വൻ കലിപ്പ്. ഓക്കെ, അപ്പൊ ചേട്ടൻ ഒന്ന് കാമാക്കണം, കുറച്ച് സോഫ്റ്റ് ആക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് കാണിക്കണത്. ചേച്ചി വിട്ടുകൊടുക്കരുത് കേട്ടാ. എന്നെ ചേച്ചി വൻ കലിപ്പാണ്, ചേട്ടൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യണം, സോഫ്റ്റ് ആക്കണം. അതായത് ഇപ്പൊ നമ്മളിവിടെ ഒരു സംഘർഷാവസ്ഥ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ പറയൂ, എനിക്ക് നിങ്ങളുടെ സംഘർഷാവസ്ഥ കാണാൻ ഭയങ്കര ഇതാണ്. ചേച്ചി ചേട്ടൻ്റെ അടുത്ത് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു, പക്ഷെ ചേട്ടൻ മറന്നുപോയി, ചേട്ടൻ വാങ്ങിച്ചിട്ടൊന്നും വന്നില്ല. അപ്പൊ ചേച്ചിക്കാണെങ്കിൽ ഐസ്ക്രീം കിട്ടിയേ പറ്റൂ. ചേച്ചി വൻ കലിപ്പ് മോഡ്, ഭയങ്കര ദേഷ്യപ്പെട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് മറന്നുപോയില്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഇരിക്കണം. അപ്പൊ ചേട്ടൻ ഒന്ന് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കണം. ഓക്കെ, ചേച്ചി കലിപ്പ് വിട്ടു കൊടുക്കരുതട്ടാ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറയാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. അതെ ഡോണാടി, നിനക്ക് ഇന്ന് തന്നെ ഐസ്ക്രീം നിർബന്ധമുണ്ടോ? പിന്നെ ഇന്നത്തെ കഴിക്കാനല്ലേ നിങ്ങളോട് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞതോ? എടി ഒന്നാമത്തെ കാര്യം, ഞാൻ തിരക്കായി പോയി മറന്നുപോയി. എന്നെ ചെയ്യാൻ പറ്റും? മറക്കും, എനിക്കറിയാം. ഞാൻ എന്ത് പറഞ്ഞാലും മറക്കൂലോ. നിങ്ങൾ വേറെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഐസ്ക്രീമിന്റെ കേസിൽ കാര്യം ഉണ്ടോ? ഒരു വീഡിയോ ചെയ്യാൻ നേരത്തെ ഞാൻ വന്നില്ലേ, നിങ്ങളുടെ സ്വഭാവം ഇതാണോ? അതുപോലെയാണ് ഐസ്ക്രീം നമുക്ക് എപ്പോഴും കഴിക്കാലോ. അങ്ങനെ എപ്പോഴും കഴിക്കാനല്ല, എനിക്ക് ആഗ്രഹം ഉള്ളപ്പോഴാണ് നിങ്ങളോട് പറയുന്നത്. അത് സാധിച്ചു തരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാ. നിങ്ങൾ വാങ്ങിച്ചോണ്ട് തന്നില്ലല്ലോ. എടി ഞാൻ മറന്നുപോയി, മനുഷ്യനല്ലേ, മനുഷ്യനാകുമ്പോ ഇടയ്ക്ക് മറവിയൊക്കെ ഉണ്ടാവുമല്ലോ. നീ ദേഷ്യപ്പെടാൻ എന്തിനും പറഞ്ഞു ഞാൻ. മറവി നിങ്ങൾക്ക് എന്റെ കാര്യത്തിൽ എപ്പോഴും ഉള്ള കാര്യം. അങ്ങനെ നീ ചുമ്മാ വെറുതെ എല്ലാം അടച്ചാക്ഷേപിക്കരുത്. ഞാൻ ഓൾറെഡി ഒരു ഐസ്ക്രീം മറന്നു നോർത്തോണ്ട് അതൊരു വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നാളെ ഒരു ദിവസത്തേക്ക് ഞാൻ ഒരു വീഡിയോസിനും കൂടില്ല. കുഴപ്പമുണ്ടോ? നാളെ കഴിഞ്ഞ് കൂടുവോ? നാളെ കഴിഞ്ഞ് കൂടില്ല. അത് കഴിയുമ്പോ വേണേ. ചേട്ട ശരിക്കും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ തെറ്റായി പോയി. ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ നോക്കാം. നമ്മളിപ്പോ വേനൽക്കാലമാണ്, ഈ സമയത്ത് ഐസ്ക്രീം കഴിച്ച് പ്രത്യേകിച്ച് തൊണ്ടവേദന. വേനൽക്കാലത്ത് ഐസ്ക്രീം കഴിക്കണ്ട, തണുത്ത് മരവിച്ചിരിക്കുമ്പോ ആരെങ്കിലും ഐസ്ക്രീം കഴിക്കുമോ? ശരിക്കും ടോൺസൈറ്റിസിന്റെ പ്രോബ്ലം ഉള്ള. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹെൽത്ത് ഞാൻ വേണം നോക്കാനായിട്ട്. ഹെൽത്ത് മാത്രം നോക്കിയാ പോരാ, ആഗ്രഹം കൂടെ നോക്കണം. ഇവരുടെ ആഗ്രഹം ഇവക്ക് എന്തൊരു കുറവുള്ള. ചേച്ചി അധികം ഒന്നും പറയാറില്ലല്ലോ. ചേച്ചി ആകെ 2-3 ചെറിയ കാര്യങ്ങളാ പറയാറുള്ളൂ. സത്യാട്ടോ. ആ സമയത്ത് ആസ് എ ഹസ്ബൻഡ് ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നോ? എടി ഞാൻ എല്ലാം നിനക്ക് മേടിച്ചു തരാറില്ല. ഇല്ല, ഈ വീഡിയോസിന്റെ കാര്യത്തിന് മാത്രമേ വാ തുറക്കാറുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഫോണിന്റെ അത് എന്നാ വർത്താനം പറഞ്ഞു. ഇത്രയും പേര് അപമാനിക്കാണ് വിളിച്ചു വരുന്നത്. എന്തൊരു ആൾക്കാർ കണ്ട പ്രോഗ്രാം. അതെന്നാ ചപ്പ് വർത്താനം പറഞ്ഞു. അങ്ങനെ പറയുന്നുള്ളൂ. തമാശ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ല. ഒരു ഐസ്ക്രീം മേടിച്ചു തന്നിട്ട് പ്രശ്നം തീരുന്നുള്ളൂ. അതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. അത്ര ഉള്ളോ? ചോദിക്കണ്ട. ഇങ്ങനെയൊന്നും പറഞ്ഞ എന്നെ തണുപ്പിക്കാന്ന് വിചാരിക്കണ്ട. തിരിച്ചോണ്ട, ഇങ്ങനെയൊന്നും ഞാൻ തണുക്കില്ല. ഇതെപ്പോഴും ഇതാ സംഭവിക്കാറ്. ഞാൻ ഉണ്ടാക്കിയാലും ഇങ്ങനെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് ഇതാക്കും. നമ്മളും എല്ലാം സംസാരിക്കാവോ? എന്തു എപ്പ ആര് എന്തിന് എന്റെ ഇപ്പൊ ആവശ്യം പോട്ടെ, സാരില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, SSLC എക്സാമിന് ചേട്ടന്റെ സ്കോർ എത്ര % ആയിരുന്നു? അത് ഞങ്ങൾ പറയില്ല. ചേട്ടാ ഒന്ന് നോക്കണ്ട.
അന്ന് ഗ്രേഡ് ഒന്നും ഇല്ലാട്ടോ, അന്ന് സാധാ മാർക്ക് സിസ്റ്റം ആണേ. എനിക്ക് ഇച്ചിരി കൂട്ടി എഴുതിക്കോ, തെറ്റാലും ഇല്ല ഞാൻ എന്റെ തെറ്റാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ഞാൻ ഒറിജിനൽ എഴുതും. എന്റെയാണ് എഴുതണ്ടേ? ആ ചേട്ടന്റെ 40% അല്ല മാർക്ക് എഴുതണം. മാർക്കണോ? നോക്ക്. എന്റെ ഇന്ന് വായിക്കാൻ പറ്റത്തില്ല കേട്ടാ. ഞാൻ വായിക്കത്തില്ല. ഗുഡ് ബോയ്. 79 to 89. ചേച്ചി കൂട്ടി എഴുതന്നെയാ. ഇല്ല ഏകദേശം ഇത് തന്നെയായിരുന്നു. പക്ഷെ ഏകദേശമായിട്ട് കാര്യമില്ല, നമുക്ക് പണിഷ്മെന്റ് ഉണ്ട്. എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് എഴുതുമ്പോ തോന്നുന്നു. ചേച്ചിക്കാണ് പണിഷ്മെന്റ്. അപ്പൊ പണിഷ്മെന്റ് എന്താന്ന് വെച്ചാ അപ്പൊ നമ്മുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ഒരു പ്രോപ്പർട്ടി തരും. ഓക്കെ, അപ്പൊ അത് വെച്ച് ചേച്ചി ഒരു പാട്ട് പാടണം. സിനിമ പാട്ടാണോ അതോ നമ്മൾ ഉണ്ടാക്കി പാടണോ? ഉണ്ടാക്കി പാടിക്കോ. സിനിമ പാട്ട് വേണോ? സിനിമ പാട്ട് പാടാവോ? ഓക്കെ, സിനിമ പാട്ട് പാടാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പ്രോപ്പർട്ടി തരും. അപ്പൊ ചേച്ചി അത് വെച്ചിട്ട് ഒരു സിനിമ പാട്ട് പാടണം. ഓക്കെ, ചേച്ചിയുടെ ഉള്ളിലെ ഗായികേനെ ഇങ്ങ് പുറത്തെടുക്കണം. ഓക്കെ, പ്രോപ്പർട്ടി എവിടെ? പ്രോപ്പർട്ടി എവിടെ? ഓക്കെ, അപ്പൊ ഞാൻ ഈ പ്രോപ്പർട്ടി ചേച്ചിക്ക് തരും. ഇത് വെച്ചിട്ട് ചേച്ചി പാട്ടാണ്. വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ടല്ല, ഞാൻ ഒരു പാട്ട് പറയും. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് പാട്ട് പാടണം. ഓക്കെ, പാട്ട് വെച്ച് നമ്മുടെ മറ്റേ പാട്ടില്ലേ നിവിൻ പോളിയുടെ മറ്റേ എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവൂല. പാടിക്കോ. 1 2 3 സ്റ്റാർട്ട്. എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ നന്നാവൂല. കുറച്ചെവിടെ കുറച്ച് ഞങ്ങളാണ്. ഓക്കെ, ബാക്കി എന്തായിരുന്നു? നെഞ്ചിൽ അല തല്ലും താളം. പാട്. താളോ? അസുരതാളം. അസുരതാളം. നെഞ്ചിൽ തലതല്ലും താളോ? നെഞ്ചിൽ അല തല്ലും താളം അസുരതാളം. അങ്ങനെയൊക്കെ തോന്നുന്നു. നെഞ്ചിൽ അലതല്ലും താളം. പ്രോപ്പർട്ടി യൂസ് ചെയ്തെങ്ങനെയൊക്കെ അസുരതാളം. എനിക്കറിയാവുന്ന പാട്ട്. ഇനി അതാവുന്നില്ല പാട്ട്? ഇല്ല, അത് കുഴപ്പമില്ല, ചിത്ര പാടില്ലേ. ഗുഡ് ഗേൾ. താങ്ക്സ്. പ്രോപ്പർട്ടി തിരിച്ചു നോക്കട്ടെ. പാവം പ്രോപ്പർട്ടി നാണം കിട്ടുപോയി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചിയുടെ ബോർഡൊക്കെ കൊടുത്താൽ ചേച്ചിയുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാണ്? ചേച്ചിയുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ഞാൻ പറയാം, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ ശരിയാക്കണേ. ഇത് കറക്റ്റ് ആയിരിക്കും. എടി ഒന്നുമില്ല, നീ വാഴക്കുളത്തല്ലേ വന്നേ? പൈനാപ്പിൾ വാഴക്കുളോ? അല്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നില്ല. അതെന്താ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ ഈ പ്രാവശ്യം ചേച്ചിക്ക് ശരിക്കും ഇഷ്ടേതാ? പൈനാപ്പിള്. അപ്പൊ ചേച്ചിക്കാണ് പണിഷ്മെന്റ്. എനിക്ക് ഓറഞ്ച് ഇഷ്ടം. ചേച്ചിയെ പക്ഷെ തെറ്റിച്ചേ. പക്ഷെ അല്ല പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ചേച്ചിക്ക് ഇപ്പൊ ഓറഞ്ച് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ പണിഷ്മെന്റ് ചേട്ടൻ തന്നെ എടുക്കണം. സമയം മാറിക്കൊണ്ടിരിക്കണോ? ഇന്നലെ ഒരു ഇഷ്ടമൊക്കെ പൈനാപ്പിൾ ആയിരുന്നു, ഇന്ന് ഓറഞ്ച് ആക്കി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ചേച്ചി മുമ്പ് അങ്ങനെ എഴുതിയല്ലോ. അപ്പൊ ചേട്ടൻ പണിഷ്മെന്റ് എടുക്കണം. കണക്കൊക്കെ ഇഷ്ടമാണ്, നമ്പർ വെച്ചുള്ള കളികൾ. വെരി സിമ്പിൾ. 100 തൊട്ട് 18 വരെ ബാക്കിലോട്ട് എണ്ണണം. 100 തൊട്ട് 18 വരെ വേഗം ചടപട 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 എണ്ണോട്ടാ. അത് എളുപ്പം. പിന്നെ എളുപ്പം. പൊളിയും. 99 97 98 99 95 96 93 92 99 90 89 88 87 88 86 85 84 83 82 83 80 79 78 77 78 പുള്ളിക്ക് നന്നായിട്ട് കണക്കറിയാം. ഞാൻ വിചാരിച്ചു കുറച്ച് ലാഗ് അടിക്കുമെന്ന്. അതൊക്കെ പ്രാക്ടീസ് ഉണ്ടാ? എല്ലാ സ്കൂളിലെ പഠിച്ച കാര്യങ്ങളൊക്കെ ഭയങ്കര ഓർമ്മ. അതെനിക്ക് ശരിയാണോ? ഞാനൊരു നിഷ്കളങ്കതയായതുകൊണ്ട്. ഓക്കെ, അടുത്ത എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോട്ടാ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചെടുത്ത വേണ്ടാന്ന് വെച്ചൊരു കാര്യം, നമ്മൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും കൂടെ ഡിസൈഡ് ചെയ്തു ഇത് വേണ്ട. എന്തുവാ അത്? ഇനി വേണ്ട. ഇനി വേണ്ടെന്നല്ല, അത് വേണ്ട. ഇനി വേണ്ടതല്ല, അത് വേണ്ട. എഴുതിയേക്കുന്ന മാച്ചോട്ടെ. ഇപ്പൊ എഴുതിയേക്കണേ. ഹലോ ഹലോ ഹലോ. ഞാനിപ്പോ എന്താ, അതായത് ഞങ്ങൾ തീരുമാനിച്ചിട്ട് അത് വേണ്ടാന്നോ?
നിങ്ങള് രണ്ടുപേരും കൂടെ തീരുമാനിച്ചു ആ കാര്യം നമുക്ക് വേണ്ട. വേണ്ടടി. നമുക്ക് വേണ്ട, അത് നമുക്ക് വേണ്ട, വേണ്ടടി, വേണ്ട അങ്ങനെ വേണ്ട, ഇവിടെ വേണ്ട. എന്താണ് ആ കാര്യം? അങ്ങനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചേട്ടാ? ചേട്ടന് എഴുതിട്ടാ ഈ പ്രാവശ്യം ചേച്ചി വാരി കൂട്ടുമ്പോഴേക്കുണ്ട്. വേണ്ടാന്ന് പറഞ്ഞൊരു കാര്യം എന്താ? ഇത് വേണ്ട. ഞാൻ എഴുതിയിട്ടുണ്ട്. ഓ ഇതാ പറയാനുള്ളൂ. എന്നാലും എന്റെ ചേച്ചി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്കറിയത്തില്ല, നീ കേൾക്കാത്ത. എനിക്ക് ഓർമ്മയില്ല. ടൈം ഒക്കെ കഴിഞ്ഞു. ഓക്കെ, കാണിച്ചോ. ഒന്നും എഴുതിയില്ല ചേട്ടനോ? ഇനി കുട്ടികള് വേണ്ട. അത് ഞാൻ ചോദിച്ചത് ഇനി വേണ്ടാന്നാണോ ഇത് വേണ്ടാന്നാണോ? ഞാൻ ശരിക്കും ഇത് വേണ്ടാന്ന് പറഞ്ഞ, പിന്നെ ചേട്ടൻ ഇനി വേണ്ടാന്ന് എഴുതി. ഇനി വേണ്ടാന്ന് പറഞ്ഞ ഇത് ഞാനും എഴുതിയ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചിക്ക് ഇനി പണിഷ്മെന്റ് ഉണ്ട് കേട്ടാ. പണിഷ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ, മറ്റേ സൈക്കിൾ വർക്കിൾ അനൗൺസ്മെന്റ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ നമ്മളിങ്ങനെ വർക്കിൾ അനൗൺസ്മെന്റ് ഉണ്ടല്ലേ, അതുപോലെ നിങ്ങൾ അനൗൺസ് ചെയ്യണം. എന്താ അനൗൺസ് ചെയ്യുന്ന വെച്ചാൽ ഫൗസ്റ്റീനയുടെ പുതിയ ഷോ മൈൽ സ്റ്റോണിൽ വരുന്നു. ഓ മൈ ഗോഡ്, അത് അനൗൺസ് ചെയ്യണം നിങ്ങൾ. എനിക്ക് വേണ്ടി അനൗൺസ്മെന്റ് ചെയ്യണം. ഏത് ഷോയാണ്? ഫൗസ്റ്റീനയുടെ എന്റെ പുതിയ ഷോ മൈൽ സ്റ്റോണിൽ വരുന്നു. മൈൽ സ്റ്റോൺ. ആ, പുതിയ ഷോ മൈൽ സ്റ്റോണിൽ വരുന്നു. ഫണ്ടാസ്റ്റിക് ഫൗസ്റ്റീന. ഫാന്റാസ്റ്റിക് ഫൗസ്റ്റീന. അതാണ് അതിന്റെ പേര്, എന്റെ ഷോയുടെ പേര്. ഓക്കെ ഓക്കെ, ഞാൻ പറയണല്ലേ? ആ, വർക്കിൽ അനൗൺസ്മെന്റ് ഇട്ടാ. ഓക്കെ. ആ, ഹലോ ഹലോ നാട്ടുകാരെ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. ഫൗസ്റ്റീനയുടെ ഫണ്ടാസ്റ്റിക് ഫൗസ്റ്റീന എന്ന് പറഞ്ഞൊരു ഷോ നമ്മുടെ മൈൽ സ്റ്റോണിൽ വരുന്നു. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും കൺകുളിർക്കെ കാണാം, ആസ്വദിക്കാം. ചേട്ടനും കൂടെ പറഞ്ഞോ, കേൾക്കാൻ നല്ല രസമുണ്ട്. ചേട്ടനും കൂടെ പറഞ്ഞോ. അത്ര പോരെ. ഫണ്ടാസ്റ്റിക് ഫൗസ്റ്റീനയുടെ വർക്കിൽ അനൗൺസ്മെന്റ്. ഓക്കെ, ഒന്നോടെ തുടങ്ങണോ? മാന്യ മഹാജനങ്ങളെ, ഫാന്റാസ്റ്റിക് ഫൗസ്റ്റീനയുടെ അടിപൊളി ഒരു ഷോ ഇതാ വരുന്നു. മണൽത്തടികളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട്, ഇവിടെയുള്ള യുവജനങ്ങളെ കുളിരണിയിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ഫാന്റാസ്റ്റിക് ഫൗസ്റ്റീന കടന്നു വരൂ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടാ, എഴുതിക്കോട്ടാ. നിങ്ങളുടെ ചേച്ചിയുടെ നക്ഷത്രം ഇല്ലേ? ചേച്ചിയുടെ നക്ഷത്രം എഴുതണം. ചേട്ടന്റെ കാര്യത്തിൽ ഇതോട് തീരുമാനം തോന്നുന്നുണ്ട്. എനിക്കറിയാം, പക്ഷെ മറന്നുപോയി. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എഴുതിയേ. എന്തെങ്കിലും ക്ലൂ തരാവടി? ക്ലൂ ഒന്നുമില്ല. ടിക് ടിക് 5, ടിക് ടിക് 4, ടിക് ടിക് 3, ടിക് ടിക് 2, ടിക് ടിക് 1, ടിക് ടിക് 2 നിർത്തി. അനിഴം. അതേത് പറഞ്ഞില്ല പഴത്തിലുണ്ടെന്ന്? പഴന്നല്ല, പൂപ്പാ. പഴത്തിനുള്ളിലുള്ളത് പഴത്തിന്റെ രായ ഉദ്ദേശിച്ചത്. കഷ്ടാണ്. പാവം ചേട്ടൻ പൂ പഴന്ന് ഞാൻ പെട്ടെന്ന് പൂ അത് ഉദ്ദേശിച്ചാൽ അവള് രായ ഉദ്ദേശിച്ചത് പഴത്തിന്റെ. പഴത്തിന് പായല്ലേ വരുള്ളൂ, പൂ തന്നെ ഇങ്ങനെ. പിന്നെ പഴത്തിന് പായലാണ്ട് പിന്നെ പൂ എന്തെങ്കിലും പറ. അപ്പൊ പണിഷ്മെന്റ് ചേട്ടന്, ചേട്ടൻ പണിഷ്മെന്റ് വാങ്ങാൻ വേണ്ടി വന്നതാണോ? ഇത് മനഃപൂർവ്വം എനിക്ക് എന്നെ ഉദ്ദേശിച്ച ആരുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും വെക്കുക. അവനറിയാം, എനിക്കൊന്നും മറ്റേ സംഭവല്ലേ കൊരവാ, അതിടണോ? അതിടണം. അയ്യോ, ഞാൻ നോക്കാം, ശ്രമിച്ചു നോക്കാട്ടോ. ഓക്കെ, കൊരവാവോ ഇനി? അത് അത് കുഴപ്പമില്ല. ഒരിടൂലാവുന്ന ചെയ്തോ, കാണിച്ചു കൊടുക്കുന്നില്ല. കൊഞ്ചനം കൊഞ്ചനം കുത്താൻ കൊരവാ. നിങ്ങൾ ഇങ്ങനെ വിളിച്ചങ്ങ് ഓരിട്ടോ. എന്നെ ചിരിപ്പിക്കണേ പ്ലീസ്. കൊരവയാണോ? ചേച്ചി സപ്പോർട്ട് ചെയ്തൊന്ന് കാണിച്ചു കൊടുത്തേ. നേരത്തെ കളിയാക്കണ്ടായിരുന്നല്ലോ പാവം ചേട്ടന്. ഇതായിട്ട് കൊള്ളിയാൻ ഗുണമല്ലുണ്ട്. ഇതാണോ കൊരവാ? ഇങ്ങനെയൊന്നുമില്ലേ? എങ്ങനെയായിട്ടത്? എനിക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണ്ടത്. എനിക്ക് എന്താ അങ്ങനെ അല്ലാതെ എങ്ങനെ ചേട്ടൻ ചെയ്തേ? എനിക്കൊന്ന് കാണിച്ചു തരുമോ? നാക്കും മുകളിൽ മുട്ടിക്കോ? ചുമ്മാ
ഞാൻ കുരവയുടെ അത്ര എക്സ്പെർട്ട് അല്ലടി, എനിക്ക് അറിയത്തില്ല. നമ്മുടെ കുരവ ഇപ്പൊ അങ്ങനെയൊക്കെ നമുക്ക്. ഞങ്ങളുടെ കുരവ ഇങ്ങനെയാ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ സെഗ്മെന്റ് ഇവിടെ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടോ? ഇനി ആ സാധനം തിരിച്ചു തന്നോ. ബോർഡ് വേണ്ടേ? പിന്നില്ലേ. ഓക്കെ, അപ്പൊ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട 2 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ശരിക്കും ഇസ് ഇറ്റ് ട്രൂത്ത്? ഇല്ല, ശരിക്കും പറഞ്ഞതാ. അപ്പൊ നിങ്ങൾ ശരിക്കും ഫുൾ ടൈം ഇൻഫ്ലുവൻസേഴ്സ് ആണോ അതോ വർക്ക് ചെയ്യാനുണ്ടോ? ഞങ്ങള് ശരിക്കും ഫുൾ ടൈം അല്ലടി. അല്ല, നിങ്ങൾ ഇവിടെ ലൈഫ് ഇൻഷുറൻസ് അവിടെ വർക്ക് ചെയ്തായിരുന്നില്ലേ? ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ അത് നിർത്തി, അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഇപ്പം UK-ലാണ്. ഓക്കെ, ഞാൻ അവധിക്ക് തിരിച്ചു പോയി. ഏപ്രിൽ 24 തിരിച്ചു പോകും. അപ്പൊ ഡോണയും കുട്ടികളുമായിട്ട് ആണ് പോകുന്നത് തിരിച്ചങ്ങോട്ടേക്ക്. ഓക്കെ, അവിടെ ഇങ്ങനെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത്. കാത്തിരിക്കുന്ന ദിനങ്ങളായിരുന്നു. കാരണം ഇളയ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. ഞാൻ അങ്ങോട്ട് പോയി കറക്റ്റ് 1 മന്ത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പ്രഗ്നന്റ് അറിയുന്നത്. അപ്പൊ ആ കുട്ടിയെ ഞാൻ കണ്ടിട്ട് ആദ്യമായിട്ടാണ് ഇപ്പൊ അവളെ കാണുന്നത്. നേരിട്ട് കാണുന്നത്, ഫോണിൽ കാണാറുണ്ടായിരുന്നു. ഇപ്പൊ ഈ കണ്ടന്റ് ക്രിയേഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ ഇൻകം സ്റ്റേബിൾ അല്ല ശരിക്കും. ഇപ്പൊ ഈ മാസം നമുക്ക് ചിലപ്പോ ലക്ഷങ്ങൾ കിട്ടുമായിരിക്കും, അടുത്ത മാസം നമുക്ക് വർക്ക് ഒന്നും കിട്ടാണ്ടിരിക്കും. അപ്പൊ ജോലി റിസൈൻ ചെയ്തതിനകത്തോട്ട് വന്നൊരു ടൈം ഉണ്ടായിരുന്നില്ലേ? ആ ടൈമിൽ നമുക്ക് ഈ കൺസേൺസ് ഉണ്ടായിരുന്നോ? ഈ ഇൻകം അത് പ്രശ്നമാവോ അല്ലെങ്കിൽ ഇതിൽ നിൽക്കോ അങ്ങനെയൊക്കെ? ശരിക്കും ഇതിനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിലോട്ട് തന്നെ തെരഞ്ഞെടുത്ത് വന്നത്. നമ്മള് റിയാലിറ്റി ഷോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നത്. ആ സമയത്ത് പക്ഷെ ദൈവം സഹായിച്ചു ഞങ്ങൾക്ക് ആ സമയത്ത് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ഞങ്ങൾക്ക് ജോഷ് അതിനകത്തൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജോഷ് ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ നിന്നായിരുന്നു നമുക്ക് അത്യാവശ്യം ആ സമയത്ത് ഇൻകം കിട്ടുന്നുണ്ടായിരുന്നു, പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ UK-ക്ക് പോകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഇപ്പൊ പറഞ്ഞ പോലെ അത് സ്റ്റേബിൾ അല്ല, ഇൻകം നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നാളെ എന്താവും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് 3 കുട്ടികളുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ സൈഡായിട്ട് ഇത് കൊണ്ടുപോകുന്നു. മെയിൻ നമുക്കൊരു ഇൻകം വേണം, കാരണം കുട്ടികളുടെ ഫ്യൂച്ചർ ഒക്കെ ഓർത്തിട്ട് ആ ഒരു ഫാമിലിയുടെ സെക്യൂരിറ്റി അതാണ് നമ്മുടെ മെയിൻ. അതുകൊണ്ടാണ് UK-ക്ക് പോയത് നിലവിൽ. ഓക്കെ, ഇപ്പം ചേട്ടൻ 2-3 പ്രാവശ്യം പറഞ്ഞു ചേട്ടന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും വീഡിയോ ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് ചേട്ടന്റെ ആണോ ചേച്ചിനേക്കാൾ കൂടുതൽ? അത് എനിക്ക് പിള്ളേരുടെ കാര്യങ്ങളും കൂടി നോക്കാനുള്ളത് കൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ഇഷ്ടമൊക്കെയാണ്. നമുക്ക് വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ട്, കുട്ടികളുടെ കാര്യം കൂടി നോക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതായിട്ട് ഫ്രീ ആയിട്ട് പോവാം. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി സൈഡിൽ ഉള്ളത് കൊണ്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോ എനിക്ക് ദേഷ്യം വരും. അപ്പൊ അല്ലെ എന്റെ കൂടെ കൂടി അതും കൂടി ചെയ്തിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടാണ് കൂടുകയുള്ളൂ. അങ്ങനെയില്ല, നമ്മളിപ്പോ ഓൾറെഡി ഇവക്ക് ശരിക്കും ഇപ്പോഴും അതിന്റെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഓൾറെഡി പുള്ളിക്കാരി ശരിക്കും സീരിയസ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ കുറെ ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് ഇഷ്ടമാണ് യൂട്യൂബില് വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചേട്ടൻ പോയ സമയത്ത് ഞാൻ തന്നെത്താനെ ചെയ്യുന്ന മനസ്സിൽ ഓർത്തെങ്കിലും ഒരാളില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അപ്പൊ മനസ്സിലായി. ശരി, നമുക്ക് ഒരാളിങ്ങനെ പറഞ്ഞു നിൽക്കാനുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വേണം ശരിക്കും നമുക്ക്. അപ്പൊ വന്നു കഴിയുമ്പോ എന്തായാലും ചെയ്യണം എന്ന് തന്നെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. വന്നു പിന്നെയും കുട്ടികളുടെ കാര്യങ്ങളായിട്ട് മാറുമ്പോഴത്തേനും ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. പക്ഷെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഓർത്ത് തന്നെയാട്ടോ ഇരിക്കുന്നത്. കണ്ടിന്യൂ ചെയ്ത് ചേച്ചി ആക്റ്റീവ് അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാനൊക്കെ. യൂട്യൂബും കൂടെ ആക്റ്റീവ് ആക്കുക, അടിപൊളിയാവും. യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു കുറെ അധികം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തുടങ്ങി കിട്ടി കഴിഞ്ഞാൽ ഡീപ്പായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ ഒത്തിരി പറയുന്നുണ്ട്. അവരിങ്ങനെ കണ്ടിന്യൂസ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് വീഡിയോ ഇടുന്ന ആൾക്കാരല്ലേ. അവരെപ്പോഴും നമ്മളോട് പറയും നിങ്ങൾക്ക് കഴിവുണ്ടായിട്ട് നിങ്ങൾ എന്താ അതിലേക്ക് ഇറങ്ങാൻ. അപ്പൊ ഞാൻ ഓരോരുത്തരും പറയാം, നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കും. ഇതൊരു ജോലിയായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ ഡോണേഷൻ അങ്ങനെ നമ്മളെല്ലാം പണിയും തീർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ നമുക്ക് ഒരിക്കലും സമയം കിട്ടത്തില്ല. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഇതൊരു സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആണ്. കുട്ടികളുടെ ഇടയ്ക്കാണ് ഇഷ്ടംപോലെ ഉണ്ട് കണ്ടന്റ്. ശരിക്കും നമ്മൾ ഡെയിലി ഇട്ടോണ്ടിരുന്നാലാണ് നമ്മുടെ അക്കൗണ്ട്. ഇപ്പൊ ഞാൻ പോണ സമയത്ത് എനിക്ക് 140 ഇപ്പൊ 130 ഏകദേശം. കാരണം അത്രയും കുറഞ്ഞു, കാരണം നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. എനിക്കും ഈ പറഞ്ഞ പോലെ ഡെയിലി കുറേ പടവലങ്ങൾ പോലെ താഴത്തോട്ട് നമ്മൾ ഡെയിലി നമ്മൾ കണ്ടന്റ് ചെയ്തോണ്ടിരുന്നാലാണ് നമുക്ക് നമ്മളുള്ള ഫോളോവേഴ്സ് അക്കൗണ്ടിൽ റീച്ച് കുറഞ്ഞു വരും. അതൊക്കെയാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ദിവസം ഒരു കണ്ടന്റ് ഇടാൻ നോക്കുക മാക്സിമം. ശരിയായിട്ടാ, കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഡൗൺ ആവും. പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിനേ തുടങ്ങേണ്ട വരും. എന്നോട് മീനു ചേച്ചി പറഞ്ഞു നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഫുൾ ടൈം ഒരു 15 മിനിറ്റ് തല്ലു പിടിച്ചായിട്ടാണ് നിങ്ങൾ വീഡിയോ എടുക്കണതിലേക്ക് എത്തണേന്ന്. അതെന്താ സംഭവം? ഞങ്ങളുടെ സ്നേഹത്തിന് മെയിൻ അടിസ്ഥാനം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ഫൈറ്റിംഗ് കപ്പിൾ എന്ന് വേണം പറയാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊട്ടും
ഞാൻ പറഞ്ഞു നമ്മുടെ റിയാലിറ്റി ഷോയുടെ സമയത്തൊക്കെ ഞങ്ങൾ മിസ്റ്റർ മിസ്സിൽ പങ്കെടുക്കുന്ന സമയത്തൊക്കെ ശരിക്കും നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്തെങ്കിലും ഒരു ഗെയിം ഒക്കെ കഴിഞ്ഞിട്ട് അവർ ഓൾറെഡി ആക്ഷൻ കട്ട് പറഞ്ഞു. അത് കഴിയുമ്പോഴേക്കും അവരെ മൈക്ക് ഓൾറെഡി അവർ ഓഫ് ആക്കി ഉണ്ടാവത്തില്ല. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു, നീ അത് ചെയ്യാത്ത നീ അങ്ങനെ ചോദിക്കാത്ത, ഞങ്ങൾ ഭയങ്കര ഫൈറ്റ് ആയിരിക്കും. അപ്പൊ അവര് നിങ്ങളെ തെറി കേൾക്കണ മുഴുവൻ ഞാനാണ് ശരിക്കും. പക്ഷെ നമ്മുടെ സഞ്ജു ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു, അവർ പറയാണ് ഇങ്ങനെ അടുത്ത് ഓൾറെഡി ശരിക്കും ഞാൻ ഓർത്ത് നിങ്ങൾ ഈ ഷോ തീരുമ്പോഴേക്കും നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവുമെന്ന് വിചാരിച്ചാ, എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ 3 കുട്ടികൾ അവർ. പക്ഷെ നമ്മൾ അങ്ങനെ ആണെങ്കിലും ഉണ്ടല്ലോ ഞങ്ങൾ പെട്ടെന്ന് ഇല്ല, പിന്നെ ദേഷ്യം വരുമ്പോ അതങ്ങ് പറഞ്ഞങ്ങ് തീർക്കും. എനിക്ക് നല്ല ദേഷ്യം, ഇവർക്ക് നല്ല ദേഷ്യം, ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ദേഷ്യം.